നല്ല മഴക്കാർ വരുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത് നിർത്തുവാണ്, കാരണം നല്ല മഴ ചെയ്യുന്നു ഫ്രണ്ട്സ്, നല്ലൊരു മഴ പെയ്യുന്നു. എല്ലാ കൂട്ടുകാർക്കും ടെക് ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തമിഴിലാണ് തന്നെ മനസ്സിലായി കാണും, സ്മാർട്ട് ഫോൺ ക്യാമറ വേഴ്സ് DSLR. ഇത് തമ്മിലുള്ള വ്ളോഗിങ് ആൻഡ് വീഡിയോഗ്രാഫി എക്സ്പീരിയൻസ്. അതായത് നിങ്ങൾ പലരും വിചാരിച്ചാണ് നമ്മൾ ഈ സൂം എന്ന് കുറയ്ക്കട്ടെ ഫ്രണ്ട്സ്. നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ട് ഞാനിപ്പോൾ അതേ നോക്കിയാൽ സംസാരിച്ചല്ലേ, സ്മാർട്ട് ഫോൺ ക്യാമറ വേഴ്സ് DSLR വീഡിയോഗ്രാഫി ആൻഡ് വ്ളോഗിങ് എക്സ്പീരിയൻസസ്. ഇപ്പം ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് DSLRലാണ്. അപ്പം നിങ്ങൾക്കത് മനസ്സിലായി കാണും. അപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്, ഞാൻ ഒരേ സമയം ഇത് Canon 200D ആണ്, DSLRലും സ്മാർട്ട് ഫോൺ എൻ്റെ Realme XT ആണ്. അപ്പം അതിലും വ്ളോഗ് ചെയ്യും, അത് കഴിഞ്ഞ് വീഡിയോഗ്രാഫി, കുറേ ബീറോൾസ്, കുറച്ച് നേച്ചറിൻ്റെ ബ്യൂട്ടി കുറച്ച് കാണിക്കും. നിങ്ങൾക്ക് മനസ്സിലാവും ഏതിൻ്റെ ക്വാളിറ്റി കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ മറക്കാതെ ഈ ഒരു വീഡിയോ കാണുന്നവർ മിനിമം 360 480 പിക്സലിലിട്ട് വീഡിയോ കാണുക. കാരണം ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ DSLRൻ്റെ ക്വാളിറ്റിയും സ്മാർട്ട് ഫോണിൻ്റെ ക്വാളിറ്റി. അപ്പം ഞാനിത് ചെയ്യുന്നത് DSLR ഭയങ്കര സംഭവമാണ്, സ്മാർട്ട് ഫോൺ ഭയങ്കര ബോറാണെന്ന് കാണിക്കാനല്ല, ഏകദേശം DSLRൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ക്യാമറ ക്വാളിറ്റി ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണുണ്ട്. കാരണം അതുപോലെ ഹൈ ടെക്നോളജി സ്മാർട്ട് ഫോൺസാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുപോലെ നടക്കുന്ന ഷൂട്ടും ഇങ്ങനെ ഓടുമ്പോൾ ഞങ്ങൾക്ക് ആ ഫോൺ എടുക്കുന്ന ഷൂട്ടും കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക്. പിന്നെ ഞാനിവിടെ കുറച്ച് പൂക്കളോ അതൊക്കെ നിങ്ങളെ ഫോട്ടോ എടുത്ത് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ എക്സ്പ്രഷൻ, ഇതിൻ്റെ ഇച്ചിരി കൈ എനിക്ക് ശകലം വേദനിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഏകദേശം 500 ഗ്രാം ഉണ്ട്, പക്ഷേ ഫോണിന് അത്രയൊന്നും ഇല്ലല്ലോ. അതൊരു ഫോണിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ഫോൺ ബസ് ഇത് കമ്പയർ ചെയ്യാം. നിങ്ങൾ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. കാരണം വീഡിയോഗ്രാഫിയും വ്ളോഗിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിൻ്റെ കമ്പാരിസണും, നിങ്ങളെല്ലാം സ്മാർട്ട് ഫോൺ ക്യാമറയിലൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുക്കുന്നതാണ്. അപ്പം എങ്ങനെ ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്കൊന്ന് യൂട്യൂബിൽ അങ്ങനെ ആരും വലുതായിട്ട് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ വീഡിയോ മൊത്തം കാണാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഇപ്പം ഞാൻ ഈ നോക്കുന്നത് നമ്മുടെ ഫോണിലാണ്, എൻ്റെ Realme XTയുടെ ഫ്രണ്ട് ക്യാമറയാണ്. നമ്മുടെ ക്യാമറ ഇരിക്കുന്നത്. ഞാനപ്പോൾ ഒരേ സമയം ഇതിൽ ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് നടക്കുമ്പോൾ കണ്ടോ നിങ്ങൾക്ക് ക്വാളിറ്റി ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. ഇത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇതിൽ ഞാൻ ഫുൾ HD 30 FPS ഷൂട്ട് ചെയ്യുന്നത് ക്യാമറയിൽ, നമ്മുടെ ഫോണിലും ഫുൾ HD 30 FPS ആണ് ഷൂട്ട് ചെയ്യുന്നത്. കേട്ടോ, ഇതാകുമ്പോൾ ഇച്ചിരി നമുക്ക് ഇങ്ങനെ വെച്ചാൽ വൈഡ് ആംഗിൾ ആവും. ഇതേ ഇങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ നല്ല ബ്ലർ കിട്ടും. നിങ്ങൾ ഞാൻ ഈ ഒരു ലെവലിൽ നമ്മുടെ ഫോൺ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവുന്നുണ്ടോ? വലുതായിട്ടില്ല. ഓക്കെ, എന്നാൽ പക്ഷേ ക്വാളിറ്റിക്ക് ഒരു കുഴപ്പമില്ല, അതാണ്. പക്ഷേ ഞാൻ നമ്മുടെ ഈ ഒരു ഫോൺ ക്യാമറ എടുത്ത് കാണിക്കാം. അപ്പം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഈ ഒരു സെയിം ഡെപ്തിൽ ഞാൻ പിടിച്ച് കാണിക്കാം. അപ്പോൾ എന്താ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഈ ഒരു സെയിം ലെങ്തിൽ ഞാൻ ക്യാമറ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി കണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇച്ചിരി ബ്ലർ. അതാണ് ഞാൻ ഇച്ചിരി സൂം ഒക്കെ ചെയ്ത് കാണിക്കാം. തേണ്ടല്ലോ, ഇച്ചിരി സൂം ചെയ്യുമ്പോൾ നല്ല ബ്ലർ കൂടുന്നുണ്ട്. പക്ഷേ ഞാൻ ഇച്ചിരി സൂം കുറയ്ക്കുമ്പോൾ, പക്ഷേ ഇതിൻ്റെ പ്രത്യേകിച്ച് ഈ ഒരു ലെൻസിൻ്റെ കേട്ടോ, ഈ ലെൻസ് പ്രൈം ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളപ്പം DSLR എടുത്താൽ ഉടനെ നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ഫുൾ ബ്ലർ ആവുന്നൊന്നും പ്രതീക്ഷിക്കല്ലേ. ഈ ലെൻസ് മാറ്റണം. ഈ ലെൻസിനൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പോൾ ഒരു പ്രൈം ലെൻസിന് ഞാൻ ചോദിച്ചപ്പോൾ ഏകദേശം 10,000 രൂപ വില വരും. എന്നാലേ നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് ശരിക്കും ബ്ലർ, നിങ്ങൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് ശരിക്കും ബ്ലർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഫോണിൽ അത്യാവശ്യം ചെറിയ ബ്ലറുണ്ട്, ഇതിലിപ്പോൾ അത്യാവശ്യം ബ്ലറുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കിത് എഡിറ്റ് ചെയ്തൊക്കെ എടുക്കുമ്പോഴേ ബ്ലറിങ് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം അത്യാവശ്യം ബ്ലറില്ലേ. നമുക്കിനി ഇത് വെച്ച് നമുക്കൊന്ന് ഓടി നോക്കാം. 2 ഫോണും എടുത്ത് വെച്ച് ഓടാം, ഇത് വെച്ച് ഓടാം. എങ്ങനെയാണ് ഡിഫറൻസ് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഓടി നോക്കുകയാണ് ഏതിനാണ് കൂടുതൽ ഷെയ്ക്ക് വരുന്നതെന്നും ഒക്കെ നോക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഷെയ്ക്ക് ഏതിനാണ്, ഇതിനാണ് ക്വാളിറ്റി ഷെയ്ക്ക് വരുന്നത്, ഇതിനാണ് ഷെയ്ക്ക് വരുന്നത് നോക്കണം. നമുക്ക് അങ്ങോട്ട് നീങ്ങി വെയിലത്ത് നിന്നൊക്കെ നോക്കാം. അപ്പം ക്വാളിറ്റി ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട്. ഇത് എൻ്റെ കൈ ശരിക്കും കാണിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അയ്യോ, ഇവിടെ എല്ലാം ഇതാണ്. ഇപ്പം നമ്മൾ നല്ല വെയിലത്ത് വന്നിരിക്കുകയാണ്. അപ്പം ക്വാളിറ്റി ഡിഫറൻസ് വല്ല ഫീൽ. ഞാനിങ്ങനെ കറങ്ങാൻ പോവാണ്. അപ്പം ഫോണിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ഫോണ്, റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് ക്യാമറ. ഓക്കെ, ലൈറ്റിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നത് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഫോണേ നല്ല ക്വാളിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് മണ്ടയ്ക്ക് ഞാനിപ്പോൾ ഒരു പോൾ ഇടാം കേട്ടല്ലോ ഫ്രണ്ട്സ്. ആ പോളിൽ നിങ്ങൾ വോട്ട് ചെയ്യുക. ക്യാമറയാണോ DSLR ആണോ ക്വാളിറ്റി കൂടുതലായിട്ട് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ പറയണം തോന്നിയത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും ക്യാമറയും അത് നമ്മളുടെ കമ്പാരിസൺ. ഇവിടെ നല്ല മഴക്കാർ വരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്നതോട് നിർത്തുവാണ്, കാരണം നല്ല മഴ ചെയ്യുന്നു ഫ്രണ്ട്സ്, നല്ലൊരു മഴ പെയ്യുന്നു, ക്യാമറ നനയും. നമ്മൾ ഓടി വന്നപ്പോഴത്തേനും മഴ നിന്ന് കേട്ടോ, മഴ പെയ്തില്ല. ഞാൻ വിചാരിച്ചു മഴ പെയ്ത് ക്യാമറ മൊത്തം നനഞ്ഞു പോയത്. അതുകൊണ്ട് ഞാൻ ക്യാമറ എടുത്ത്, ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തത് നിങ്ങൾ ഏതല്ല, ക്യാമറയിലാണോ ഫോണിലാണ് നിങ്ങൾക്ക് പറയാമോ? ഞാൻ തന്നെ പറയാം, ഇത് ഫോണിലാണ്. കാരണം ക്യാമറ എടുത്ത് മാറ്റി വെച്ചു. കാരണം മഴ പെയ്തുകൊണ്ട് പെട്ടെന്ന്, ഇപ്പം മഴ എന്തായാലും പെട്ടെന്ന് നിന്ന് കേട്ടോ. ഇനി പെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല മഴക്കാർ നോക്കി നിങ്ങളെ മണ്ടയ്ക്ക് കാണിച്ചിട്ട് നല്ല മഴക്കാറുണ്ട് കേട്ടല്ലോ ഫ്രണ്ട്സ്, നല്ല മുട്ടൻ മഴക്കാറുണ്ട്. ഇപ്പം പെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അപ്പം നമുക്ക് എന്തായാലും പരിപാടി നിർത്താം. നിങ്ങൾക്ക് അപ്പം കമ്പാരിസൺ നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, ഞാൻ പറയട്ടെ, ഒരിക്കലും ഞാൻ DSLR വലുതെന്നോ സ്മാർട്ട് ഫോൺ ചെറുതെന്നോ പറയാൻ വേണ്ടിയല്ല ഞാൻ ചെയ്തത്. കാരണം
നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ അത്ര മോശമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കാരണം DSLR ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ആൾക്കാർക്ക് സ്മാർട്ട് ഫോൺ വ്ളോഗിങ്ങിന് അത്ര മോശമല്ല എന്ന് കാണിക്കാനാണ് ഞാനിത് ചെയ്തത്. ഇപ്പം ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് സ്മാർട്ട് ഫോണിലാണ്. അപ്പം ഫുൾ HD ആ ഒരു ക്വാളിറ്റി നിങ്ങൾ ഇടണമെന്നില്ല. കാരണം നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പം ഫുൾ HD 30 FPS ഷൂട്ട് ചെയ്യുക മാക്സിമം, അല്ല 60. നിങ്ങൾ സ്ലോ മോഷനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഫുൾ HD 60 FPS ഷൂട്ട് ചെയ്യുക. അപ്പോൾ അത്രയും മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ക്യാമറ ഉണ്ട്, കുറച്ച് ക്യാഷൊക്കെ ആകുമ്പോൾ ക്യാമറ അപ്ഗ്രേഡ് ചെയ്താൽ മതി. അപ്പോൾ ധൃതിയൊന്നുമില്ല. അപ്പം അതാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്കിപ്പം ക്വാളിറ്റി ഡിഫറൻസ് എന്തുകൊണ്ടും ക്വാളിറ്റി കൂടുതൽ ക്യാമറ തന്നെയാണ്, പക്ഷേ മോശമല്ല. സ്മാർട്ട് ഫോൺ ഒട്ടും മോശമല്ല. കാരണം ഈ ഒരു കാലത്ത് പണ്ടത്തെ സ്മാർട്ട് ഫോണൊക്കെ മോശമെന്ന് പറയും. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണൊക്കെ 64 മെഗാ പിക്സൽ 48 മെഗാ പിക്സൽ ഒത്തിരി കൂടിയ മെഗാ പിക്സൽ വെച്ചാണ് വരുന്നത്. അപ്പം അതൊന്നും മോശമല്ല എന്ന് പറയാനാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ മറക്കാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കൂടുതൽ അറിവ് ചെയ്യുന്നതും ഇതുപോലെ കൂടുതൽ വീഡിയോസ് കിട്ടുന്നതായിട്ട്. എൻ്റെ പേര് വിഷ്ണു, ടെക്ടോക്ക് മലയാളത്തിൽ നിന്ന്. നാളെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളെ മണ്ടയ്ക്ക് കാണിച്ചു നല്ല മുട്ട മഴക്കാരെ ഇവിടെ ബാക്ക് ക്യാമറ കിട്ടാൻ പറ്റത്തില്ല.